ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു കോഫി കിറ്റിൻ്റെ ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ ബെപ്സില എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. ഇതിൽ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ഉണ്ട്, കോഫി ഫ്ലേവേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്രോത്തറും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇത് സാഷേ ആയിട്ടാണ് കോഫി ഫ്ലേവേഴ്സ് ഉള്ളത്. 4 ഡിഫറെൻറ്റ് കൈൻഡ് ഫ്ലേവേഴ്സാണുള്ളത്. അതിൻ്റെ കൂടെ ഇതാണ് അതിൻ്റെ ഫ്രോത്തർ വരുന്നത്. നമുക്ക് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഈ ഫ്രോത്തർ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ. അപ്പോൾ ഒരു ബേബി പിങ്ക് കളറിലുള്ളൊരു ഫ്രോത്തറാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഇതിൽ ബാറ്ററി നമുക്ക് ഇവിടെയാണ് ഇടേണ്ടത്, പക്ഷേ ഇത് ബാറ്ററി ഓൾറെഡി പ്രൊവൈഡഡ് അല്ല. അപ്പോൾ അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇനി ബാറ്ററിക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യും. എന്നിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്ന ഒരു 2 ബാറ്ററി എടുത്തിട്ട് കയ്യിലിട്ടു, കുഴപ്പമില്ല. എന്നിട്ടത് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും നല്ലൊരു സ്പീഡിൽ തന്നെയാണത് വരുന്നത്. ഇതൊരു വൈറൽ പ്രൊഡക്റ്റ് ആയിരുന്നതുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൽ ഹേസൽ നട്ടിൻ്റെ ഫ്ലേവർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ്സിൽ കുറച്ച് പഞ്ചസാര എടുത്തു, അതിലേക്ക് നമ്മൾ ഈ ഹേസൽ നട്ട് ഫ്ലേവർ കോഫി ആഡ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫ്രോത്തർ വെച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വൈറൽ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല രസമായിട്ട് തന്നെ വരുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഫോം വന്ന പോലെ തോന്നിയില്ല. ഇനിയിപ്പോൾ ഇത് കുറേ നേരം ചെയ്യണമെന്നറിയില്ല. ഞാനൊരു 2-3 മിനിറ്റൊക്കെ അത് ചെയ്തു. അപ്പോൾ ഒരു ഏകദേശം കുറച്ച് ഒരു മിക്സായി വന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് പാല്, ആവശ്യത്തിനുള്ള അത്രയും പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഒഴിക്കുമ്പോൾ അത് ഇത്തിരി ഫ്രൂതറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബട്ടർ സ്കോച്ച് ഇനി അടുത്തൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വെച്ചു. അപ്പോൾ ഇതിലും സെയിം പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യാം. പഞ്ചസാര ഇടുന്നു, കോഫി പൗഡർ ഇടുന്നു, കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഫ്രോത്തർ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നു. ഇത് ഇപ്പോൾ ബട്ടർ സ്കോച്ചാണ്. ഹേസൽ നട്ട് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഒരു ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ബട്ടർ സ്കോച്ച് നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നത്. ഇത് നല്ലപോലെ ഒരു പതയൊക്കെയായി വന്നു. പാലൊക്കെ ഒഴിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞിട്ട് നമ്മളിനി എടുക്കുന്നത് വാനിലയാണ്. വാനിലയും സെയിം പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുക. കുറച്ച് പാൽ വെച്ച് ഫ്രോത്തർ വെച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ബട്ടർ സ്കോച്ച് ആക്ച്വലി നല്ല ടേസ്റ്റ് ആയിരുന്നു, പക്ഷേ ഹേസൽ നട്ടിന് അത്ര വരില്ല എന്ന് തോന്നുന്നു. അത് ചിലപ്പോൾ എൻ്റെ ടേസ്റ്റ് ആയിരിക്കാം. എനിക്ക് ഹേസൽ നട്ടായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബട്ടർ സ്കോച്ച് അത് കഴിഞ്ഞിട്ട് ഓക്കെ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് വാനിലയും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട വാനിലയുടെ ഫ്ലേവർ നല്ല രസമുണ്ടായിരുന്നു, നല്ലതായിരുന്നു.